Dear students, welcome all. In the last class, we learned the temperature, the maximum temperature, the minimum temperature, etc. And also we discussed the temperature is not getting the same everywhere. Now we are going to discuss what are the factors influencing the distribution of temperature. പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ടെമ്പറേച്ചർ, അതായത് താപനിലയെ കുറിച്ചാണ്. മിനിമം ടെമ്പറേച്ചർ, മാക്സിമം ടെമ്പറേച്ചർ, താഴ്ന്ന താപനില, ഉയർന്ന താപനില എന്നിവയെ കുറിച്ചാണ്. അതോടൊപ്പം തന്നെ എല്ലാ പ്രദേശത്തും ഒരേ താപമല്ല ലഭിക്കുന്നത് എന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, അതായത് താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏവ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഒരേ താപമല്ല നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ? The first point, latitude. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ലാറ്റിറ്റ്യൂഡ് ആണ്. വാട്ട് ഈസ് ലാറ്റിറ്റ്യൂഡ്? അക്ഷാംശ സ്ഥാനം എന്നാണ് പറയുക. ലാറ്റിറ്റ്യൂഡ്. വാട്ട് ഈസ് ലാറ്റിറ്റ്യൂഡ്? Latitude is a measurement of distance north or south of equator. Again, latitude is a measurement of distance north or south of equator. അതായത് എന്താണ് അക്ഷാംശ രേഖ? ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ ഒരു സ്ഥലത്തിന്റെ, ഒരു പ്രദേശത്തിന്റെ സ്ഥാനം സൂചിപ്പിക്കാൻ ഭൂമധ്യരേഖയ്ക്ക് വടക്കോ അല്ലെങ്കിൽ തെക്കോ അത് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാങ്കല്പിക രേഖയാണ് അക്ഷാംശം എന്ന് പറയുന്നത്. ഇത് ഇമാജിനറി ലൈൻസ് ആണ് അക്ഷാംശം. ഈ അക്ഷാംശം നമുക്ക് ഗ്ലോബിൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് there are 180 imaginary lines. That means the latitude is measured 180 imaginary lines parallel to the equator. അതായത് നമ്മുടെ ഭൂമിയുടെ മധ്യരേഖയായിട്ടുള്ള ഭൂമധ്യരേഖയ്ക്ക് തെക്കും വടക്കുമായിട്ട് സമാന്തരമായി 180 അക്ഷാംശ രേഖകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പം മൊത്തമായി 180 അക്ഷാംശ രേഖകളാണ് ഉള്ളത് എന്ന് നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഇക്വാറ്റർ ഈസ് ദ ലാർജസ്റ്റ് ലാറ്റിറ്റ്യൂഡ്. അതായത് ഭൂമധ്യരേഖയാണ് ഏറ്റവും വലിയ അക്ഷാംശ രേഖ എന്ന് നമുക്ക് അറിയാം. We need to understand there are 7 important latitudinal lines. നമുക്ക് മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ടും 7 അക്ഷാംശ രേഖകളെ കുറിച്ചാണ്. Let's see the globe. This is the 0-degree latitudinal line. This is known as the equator. This is known as equator. ഭൂമധ്യരേഖ എന്നാണ് പറയാം. 0 ഡിഗ്രി അക്ഷാംശ രേഖയ്ക്ക് പറയുന്ന പേരാണ് ഭൂമധ്യരേഖ. Then this is the 23.5 degree north latitudinal line. 23.5 degree north latitudinal line is known as Tropic of Cancer. അതായത് 23.5 ഡിഗ്രി വടക്കേ അക്ഷാംശ രേഖയ്ക്ക് പറയുന്ന പേരാണ് ഉത്തരായന രേഖ. അതേപോലെ 23.5 degree south latitudinal line is known as Tropic of Capricorn. അതായത് 23.5 ഡിഗ്രി തെക്കേ അക്ഷാംശ രേഖയ്ക്ക് പറയുന്ന പേരാണ് ദക്ഷിണായന രേഖ. Then 66.5 degree north latitudinal line is known as Arctic Circle. Again, 66.5 degree north latitudinal line is called Arctic Circle.
അതായത് 66.5 വടക്കേ അക്ഷാംശ രേഖയ്ക്ക് പറയുന്നതാണ് ആർട്ടിക് വൃത്തം എന്നത്. Then 66.5 south latitudinal line. This is the 66.5 south latitudinal line is known as Antarctic Circle. അതായത് 66.5 തെക്കേ അക്ഷാംശരേഖയ്ക്ക് പറയുന്നതാണ് അന്റാർട്ടിക് വൃത്തം എന്നത്. Then this is the 90 north latitude. This is a point latitude. This is known as the North Pole. അതായത് 90 വടക്കേ അക്ഷാംശം തന്നെയാണ്. അതിന് പറയുന്ന പേരാണ് ഉത്തര ധ്രുവം എന്നത്. Then this is the 90 south latitude. That is known as the South Pole. These are the 7 important latitudinal lines. അതായത് 90 തെക്കേ അക്ഷാംശം പറയുന്നത് ദക്ഷിണ ധ്രുവം എന്നാണ് എങ്കിൽ 90 വടക്കേ അക്ഷാംശം പറയുന്നത് ഉത്തര ധ്രുവം എന്നാകുന്നു. Look at the picture. This is the earth. This is the sun. We already learned what are the 7 important latitudinal lines. Again, this is the 0 equator. This is the 23.5 north latitude, Tropic of Cancer. And this is the 23.5 south latitude is known as the Tropic of Capricorn. And 66.5 north latitude is known as the Arctic Circle. And 66.5 south latitude is known as Antarctic Circle. And the 90 north latitude is North Pole, and 90 south latitude is South Pole. These are the important 7 latitudinal lines. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. 0 ഭൂമധ്യരേഖയാകുന്നു, 23 വടക്കേ അക്ഷാംശ രേഖ ഉത്തരായന രേഖ എന്ന് പറയുന്നു, 23 തെക്കേ അക്ഷാംശ രേഖയെ ദക്ഷിണായന രേഖ എന്ന് പറയുന്നു, 66 വടക്കേ അക്ഷാംശം അത് ആർട്ടിക് വൃത്തം എന്നും 66 തെക്കേ അക്ഷാംശം അന്റാർട്ടിക് വൃത്തം എന്നറിയപ്പെടുന്നു. 90 വടക്കേ അക്ഷാംശം ഉത്തര ധ്രുവവും 90 തെക്കേ അക്ഷാംശം ദക്ഷിണ ധ്രുവവും എന്ന് അറിയപ്പെടുന്നു. Then the solar energy falls most vertical in the equatorial region or the tropical region. Again, the solar energy falls most vertical in the tropical region or the equatorial region. സൂര്യനിൽ നിന്നുള്ള ഊർജം ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലുമാണ് ലംബമായിട്ട് പതിക്കുന്നത്. ഇത് ഭൂമധ്യരേഖാ പ്രദേശമാണ്, ഉഷ്ണമേഖലാ പ്രദേശം. ഇവിടെയാണ് സൂര്യന്റെ ഊർജം അല്ലെങ്കിൽ ചൂട് ലംബമായിട്ട് പതിക്കുന്ന പ്രദേശങ്ങൾ. However, as polar region approaches, the amount of solar energy receives is decreasing. Again, as polar region approaches, the amount of solar energy receives is decreasing. അതായത് ധ്രുവത്തോട് അടുക്കുന്തോറും ഈ സൗരോർജ ലഭ്യത കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ കഴിയും. അതായത് ധ്രുവപ്രദേശമാണിത്, ഇതാണ് ധ്രുവപ്രദേശം. ഈ രണ്ട് പ്രദേശം ഇവിടെ എത്തുമ്പോഴത്തേക്കും സൗരോർജ ലഭ്യത കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ കഴിയും. That means the polar region there is less temperature. അതായത് പോളാർ റീജിയൻ ധ്രുവപ്രദേശങ്ങളിൽ പൊതുവെ ചൂട് വളരെ കുറവായിരിക്കും. എന്താ കാരണം? സൂര്യന്റെ ഊർജം ലഭിക്കുന്നത് വളരെ കുറഞ്ഞ അളവിലാണ്. അതുകൊണ്ട് തന്നെ അത് ശൈത്യ മേഖല ആയിട്ടാണ് അറിയപ്പെടുന്നത്. പോളാർ റീജിയൻ ശൈത്യ മേഖലയായിട്ടാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. In short, we can say that
atmospheric temperature also change when the latitude is changed. അതായത് അക്ഷാംശ വ്യത്യാസങ്ങൾക്കനുസരിച്ച് താപവിതരണത്തിലും മാറ്റമുണ്ടാകുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. അതായത് നമ്മുടെ ചോദ്യം എന്തായിരുന്നു? താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മുടെ ചോദ്യം. അതിൽ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. എന്താണ്? ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അക്ഷാംശ സ്ഥാനം. അപ്പോൾ വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് factors influencing the distribution of temperature? The first point, latitude, we already discussed. Next point, altitude of a place. അപ്പോൾ അടുത്ത ഒരു പോയിന്റ് പ്രദേശത്തിന്റെ ഉയരം എന്നതാണ്. എന്താണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതായത് താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു, അക്ഷാംശ സ്ഥാനം, ലാറ്റിറ്റ്യൂഡ്, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ സെക്കൻഡ് പോയിന്റ്, ഓൾട്ടിറ്റ്യൂഡ് ഓഫ് എ പ്ലേസ്, അതായത് പ്രദേശത്തിന്റെ ഉയരം. ലെറ്റ്സ് സീ എ പിക്ചർ. I am asking a question. Whether the temperature is increasing or decreasing depending on the altitude of a place. Again the question, whether the temperature is increasing or decreasing depending on the altitude of a place. അതായത് പ്രദേശത്തിന്റെ ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് ചൂട് കൂടുകയാണോ ചെയ്യുക, കുറയുകയാണോ ചെയ്യുക? ഒരു സിമ്പിൾ ചോദ്യമാണ്. അതായത് ഒരു പ്രദേശത്തിന്റെ ഉയരം കൂടുന്നതനുസരിച്ചിട്ട് ചൂട് കൂടുകയാണോ ചെയ്യുക, കുറയുകയാണോ ചെയ്യുക? വാട്ട് ഈസ് ദ ആൻസർ? As the height increases, temperature will decreases. As the height increases, temperature will decreases. അതായത് ഉയരം കൂടുന്നതനുസരിച്ചിട്ട് താപം, ചൂട് കുറഞ്ഞ് വരികയാണ് ചെയ്യുക. അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. The temperature decreases 1 degree Celsius per 165 meter of altitude. Again, temperature is decreases at the rate of 1 degree Celsius per 165 meter of altitude. അതായത് ഓരോ 165 മീറ്റർ ഉയരം കൂടുന്നതനുസരിച്ചിട്ട് 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ ചൂട്, അതായത് താപം കുറഞ്ഞു വരികയാണ് ചെയ്യുക. അതായത് ഓരോ 165 മീറ്റർ ഉയരം കൂടുമ്പോഴും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം അല്ലെങ്കിൽ ചൂട് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. Have you gone Ooty and Wayanad? Yes. What is your experience? Didn't feel the cold? Yes. We are feeling severe cold. അതായത് നമ്മൾ ഊട്ടിയിലും കൊടൈക്കനാലും അല്ലെങ്കിൽ വയനാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല തണുപ്പ് അനുഭവപ്പെടാറുണ്ട്. അതിന് കാരണം എന്താണ്? ഉയരം കൂടുന്നതനുസരിച്ചിട്ട് താപം കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ അവിടെ തണുപ്പ് കൂടുന്നതായിട്ട് കാണാൻ കഴിയും. So we can say that as the height increases, the temperature will decreases. Next point, nearness of ocean, അതായത് സമുദ്ര സാമീപ്യം. Look at the table. We can understand one thing from the table. A range of temperature will be high at places away from the sea and vice versa. Moderate temperature remains at places close to the sea. This is because the heating of land causes wind to blow from sea to land, and cooling of land causes wind to blow from land to sea. അതായത് ഈ ടേബിൾ ശ്രദ്ധിച്ചാൽ
നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും. സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ ചൂട് കുറവും, എന്നാൽ സമുദ്രഭാഗങ്ങളിൽ നിന്ന് ദൂരെ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ചൂട് കൂടുതലും ആയിരിക്കും. കര ചൂടാവുമ്പോൾ കടലിൽ നിന്ന് കരയിലേക്കും, കടൽ ചൂടാവുമ്പോൾ കരയിൽ നിന്ന് കടലിലേക്കും കാറ്റ് വീശുന്നത് കൊണ്ട് തന്നെ സമുദ്ര സാമീപ്യമുള്ള സ്ഥലങ്ങളിൽ മിതമായ താപം നിലനിൽക്കുന്നു. നെക്സ്റ്റ് പോയിന്റ്, വിൻഡ്സ്, അതായത് കാറ്റുകൾ. The warm and cold winds can respectively increase or decrease the temperature of the places through which they pass. അതായത് ഉഷ്ണക്കാറ്റും ശീതക്കാറ്റും കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ താപം ഉയരുകയും താഴുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാൻ സാധിക്കും. Today we discussed what are the factors influencing the distribution of temperature. The first point, latitude, അക്ഷാംശ സ്ഥാനം. Then second point, altitude of a place, അതായത് പ്രദേശത്തിന്റെ ഉയരം. And third point, nearness of ocean, സമുദ്ര സാമീപ്യം. And last point, winds, അതായത് കാറ്റുകൾ. These are the important factors influencing the distribution of temperature. Today's class is over. Thank you.